നമസ്കാരം. 10 സീറ്റുകൾ മാത്രമല്ല, മറിച്ച് 58% വോട്ട് വിഹിതം കൂടി നേടിയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഹരിയാന തൂത്തുവാരിയത്. അന്നത്തെ മോദി എഫക്റ്റിൽ തന്നെയാണ് BJPയുടെ ഹരിയാന നേതൃത്വം ഇന്നും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള നേട്ടം കൂടി BJPക്ക് ഉണ്ട് താനും. ഭരണകക്ഷിയായ BJP ഇക്കുറി 10 ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആവട്ടെ 9 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കുരുക്ഷേത്രയിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമുള്ളത്. എന്തായാലും ഹരിയാനയിൽ ചെറു പാർട്ടികൾ തന്നെ ആയിരിക്കും വിധി നിർണയത്തിൽ ഏറെ സ്വാധീനം വഹിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശേഷിച്ചും JJPയും INLDയും കർഷകരുടെയും ജാട്ടുകളുടെയും സ്വന്തം പാർട്ടി. ഏതാനും വർഷമായി ചിത്രത്തിൽ പോലുമില്ല മുൻ ഉപപ്രധാനമന്ത്രിയായ ദേവിലാൽ സ്ഥാപിച്ച INLD. പക്ഷേ അവരിൽ നിന്നും പിരിഞ്ഞ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJPക്ക് ഹരിയാനയിൽ കാര്യമായ സ്വാധീനമുണ്ട് താനും. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് ഒരു സീറ്റെങ്കിലും നേടാൻ JJP ഇക്കുറി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുമുണ്ട്. വിജയം ആവർത്തിക്കാൻ BJPയും ഒരു തിരിച്ചുവരവിന് വേണ്ടി കോൺഗ്രസും നിലനിൽപ്പിന് വേണ്ടി ചെറു പാർട്ടികളുമൊക്കെ പൊരുതിയ ഒരു പോരാട്ടമായിരുന്നു ഇത്തവണത്തെ ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ആരുടെയും ലക്ഷ്യം നിയമസഭയല്ല എന്ന കാര്യം കൂടി പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. കാരണം പാർട്ടിയുടെ നേതൃത്വങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് മറ്റ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയെങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണ് ഈ വർഷം അവസാനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. അതേസമയം തന്നെ JJP സഖ്യം വിട്ടതും മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയർ സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതുമൊക്കെ BJPക്ക് തിരിച്ചടിയാകുമോ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ കൂടി ഹരിയാനയിലുണ്ട്. മാത്രമല്ല, കർഷക പ്രതിഷേധം ഇപ്പോഴും അഴിയാത്ത കുരുക്കായി ഒരു വശത്ത് നിലനിൽക്കുന്നു. സംഘടനാ ബലവും അടിത്തറയും കോൺഗ്രസിനുള്ള സംസ്ഥാനം തന്നെയാണ് ഹരിയാന എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഹൂഡ സർക്കാരിന്റെ കാലത്തുള്ള അഴിമതികളൊക്കെ പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഹരിയാനയിൽ നിൽക്കുന്നു. ഹരിയാനയിൽ ഈ 10 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJPക്കുള്ളത്. JJPയുടെ ഭാഗത്തു നിന്നുണ്ടായ പടലപ്പിണക്കങ്ങൾ ഒന്നും തന്നെ തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഹരിയാനയിലെ നേതൃത്വത്തിനുണ്ട് താനും. എന്തായാലും മാധ്യമങ്ങൾ മുൻപ് പ്രവചിച്ചതുപോലെ ഹരിയാനയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. നിലവിൽ എന്തായാലും 10 സീറ്റുകൾ തന്നെ BJPക്ക് ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ മാത്രം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ദേശീയ മാധ്യമങ്ങളിൽ അധികവും വന്ന ചർച്ചകളും ഇങ്ങനെ തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.